ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുക്കാത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത മുട്ട ഉപയോഗിക്കരുത്, ഒന്ന് തണുപ്പ് പോയതിന് ശേഷം എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. അപ്പോൾ പാല് മൊത്തത്തിൽ ഞാൻ 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് കൊടുത്തിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജാർ അടച്ച് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ ആദ്യം അടിച്ചെടുത്തപ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ പഞ്ചസാര മറന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മാവിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാറ്റില വെച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സോസ് പാനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലും നേരിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാം. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡ്യൂട്ടി ഫ്രൂട്ടിക്ക് ഒരുപാട് കളറില്ല. ഇത് പഞ്ചസാര ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ളൊരു ഡ്യൂട്ടി ഫ്രൂട്ടിയാണ്. അതുകൊണ്ട് വലിയ കളറില്ല കേട്ടോ ഈ ഒരു ഡ്യൂട്ടി ഫ്രൂട്ടിക്ക്. അപ്പോൾ അതാ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ. ഇഡ്ഡലി പാത്രം കുറച്ച് കട്ടി കുറഞ്ഞ പാത്രം ആയതുകൊണ്ട് ഞാൻ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ കേക്ക് ടിൻ്റെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെതാണെങ്കിൽ അല്ലെങ്കിൽ കട്ടിയുള്ള അലുമിനിയൻ്റെ പാത്രമാണെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് കട്ടി കുറഞ്ഞ പാത്രം ആയതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ അതാ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിൽ നമുക്ക് റവ വെച്ചിട്ട് അടിപൊളി നല്ല പഞ്ഞി പോലുള്ള സ്പോഞ്ച് പോലുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.